കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 37. ശ്രീകൃഷ്ണാവതാര വർണ്ണനം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ തുൽകൃത്താ അപി കർമ്മശേഷവശതോ യേതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈഃ. ഹാ ഹാ ദുർജനഭൂരിഭാരമധിതാം പാഥോനിധൗ പാദുകാം ഏതാം പാലയ ഹന്തമേ വിവശതാം സംപ്രച്ഛദേവാനിമാൻ ഇത്യാദിപ്രചുരപ്രലാപവിവശാം ആലോക്യധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്ധ്യൗ ഭവന്തം ഹരേ. ഊചേ ചാംബുജഭൂരമൂനയിസുരാ സത്യം ധരിത്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി. സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാം തം സ്തുമഹേ ജവാദിതിയുഃ സാഗം തവാകേതനം. തേ മുഗ്ധാനിലശാലിദുഗ്ധജലധേ തീരം ഗതാ സംഗതാ യാവത്ത്വൽപദചിന്തനൈകമനസ താവൽ സപാഥോ ജഭൂ. ത്വദ്വാചാം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്നൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാകർണ്യതാം. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമേർനൃപൈഃ തൽക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ. ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി തുദീയവചനം പാഥോജഭൂരുചിവാൻ. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിതസ്വാന്ദേഷ്വീശ ഗതേഷു താവകകൃപാ പീയൂഷതൃപ്താത്മസു. വിഖ്യാതേ മധുരാപുരേ കില ഭവൽ സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാ സശൂരാത്മജ. ഉദ്വാഹാവസിതൗ തദീയസഹജ കംസോധസമ്മാനയൻ ഏതൗ സൂതദയാഗത പഥിരഥേ വ്യോമോത്ഥയാതുദ്ഗിരാ. അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ത്രാസാൽ സതു ഹന്തുമന്തികഗദാം തന്വീം കൃപാണീമധാൽ. ഗൃഹാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈഃ നോ മുഞ്ജൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോധയാദോ ഗൃഹാൻ. ആദ്യം ത്വൽസഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്യസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കഥാ. താവത്ത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ. മായാവീ സ ഹരിർഭവദ്വധകൃതേ ഭാവീസുരപ്രാർത്ഥനാദ് ഇത്യാകർണ്യ യദൂനദൂധുനദസൗ ശൗരേശ്ച സൂനൂഹനൻ. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വൽപ്രേരണാന്മായയാ നീതേ മാധവരോഹിണീം ത്വമപി ഭോ സച്ചിൽ സുഖൈകാത്മക. ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃസുരൈഃ സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണീയം ദശമസ്കന്ധം 37-ാം ദശകം. ഭൂമി ദുർജനഭാരം കൊണ്ട് പീഡിതയായിട്ട് സങ്കടമുണർത്തിക്കുവാൻ വേണ്ടി ബ്രഹ്മാവിനെ സമീപിക്കുകയാണ്. നിത്യാനന്ദമൂർത്തിയായ മഹാവിഷ്ണു പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങ് നശിപ്പിച്ച അസുരന്മാരുടെ പാപഭാരം അവശേഷിക്കയാൽ മുക്തി ലഭിക്കാതെ അവർ ഭൂജാതരായി. അവരുടെ ഭാരത്താൽ പീഡിപ്പിക്കപ്പെട്ട ഭൂമിദേവി തൻ്റെ സങ്കടമുണർത്തിപ്പാൻ ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി മുൻകൂട്ടി അവിടെ എത്തിയിരുന്ന ദേവഗണങ്ങളും ബ്രഹ്മപാദ പൂജ ചെയ്ത് അവിടെ നിന്നിരുന്നു. ഭൂമിദേവിയുടെ ആ ആവലാതി കേട്ട് തൻ നിവൃത്തിക്കായിക്കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഹാ കഷ്ടം! ദുഷ്ടന്മാരുടെ അതിയായ ഭാരം മൂലം ഏറെ പരവശയായി സമുദ്രപതനത്തിനായി ഒരുങ്ങുന്ന എന്നെ രക്ഷിക്കണേ എന്നാണ് ഭൂമിദേവി പ്രാർത്ഥിക്കുന്നത്. താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഥകളെപ്പറ്റി അവിടെ കൂടിയിട്ടുള്ളതായ ദേവന്മാരോട് ചോദിച്ചറിയാൻ ഭൂമിദേവി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിദേവിയെ കാണുകയും നാലുപാടും നിന്നിരുന്ന ദേവന്മാരുടെയൊക്കെ മുഖത്തിലേക്ക് നോക്കുകയും ചെയ്തിട്ടുള്ള ആ ബ്രഹ്മാവ് ആ സച്ചിദാനന്ദ മൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചു. ഭക്തന്മാരുടെ സങ്കടങ്ങളെ ഒഴിവാക്കുവാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നിശ്ചയിച്ച് ബ്രഹ്മാവ് ആ ദേവാദികളോടുകൂടി പാലാഴിയുടെ തീരത്തിലേക്ക് പോയി. കുറേ നേരത്തെ ധ്യാനത്തിന് ശേഷം പാലാഴിവാസിയായ രമാകാന്തന് മാത്രമേ ഈ ഭൂമിദേവിയെയും സകല ദേവന്മാരെയും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആ ബ്രഹ്മാവ് അരുളി ചെയ്തു. എല്ലാവരും ചേർന്ന് ആ കൃപാനിധിയായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പാലാഴി തീരത്തിലേക്ക് പുറപ്പെട്ടു. ഭഗവത് ധ്യാനത്തിൽ നിമഗ്നനായ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ അരുളപ്പാടുകൾ തെളിഞ്ഞു കേട്ടു. പറയുകയാണ്, മനം തെളിഞ്ഞ് ഇളങ്കാറ്റേറ്റ് ശോഭിക്കുന്ന ക്ഷീരസാഗരത്തിൽ എത്തിയ ആ ദേവസമൂഹം ഭഗവാന്റെ പാദപങ്കജം ധ്യാനിച്ചുകൊണ്ടിരിക്കവേ ഭഗവാന്റെ അരുളപ്പാട് അന്ധക്കരണത്തിൽ കേട്ടറിഞ്ഞ ബ്രഹ്മാവ് എല്ലാവരിലും ആനന്ദം ജനിപ്പിക്കുമാറ് പറഞ്ഞു. പരമാത്മാവിൻ്റെ വാക്യം ഞാൻ കേട്ടിരിക്കുന്നു ദേവന്മാരെ, അത് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്ന് ഉണർത്തിച്ചു. അദ്ദേഹം ഹൃദയത്തിൽ ശ്രവിച്ചിട്ടുള്ളതായ ഭഗവാന്റെ അരുളപ്പാട് ദേവന്മാരെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ബ്രഹ്മാവ്. അതിപ്രകാരമായിരുന്നു. ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ പാതകങ്ങൾ മൂലം ഭൂമിദേവിക്കും ദേവന്മാർക്കും നേരിട്ടിട്ടുള്ള ഈ കഷ്ടദശ ഞാൻ നന്നായി ഗ്രഹിച്ചിരിക്കുന്നു. അവരെ നിഗ്രഹിക്കുന്നതിനായിട്ട് ഞാൻ യാദവ വംശത്തിൽ പൂർണ്ണ കലയോടുകൂടി ജനിക്കുന്നുണ്ട്. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സേവിക്കാനായി സ്വ അംശങ്ങൾ കൊണ്ട് ആ വംശത്തിൽ തന്നെ ജനിക്കണം. ഈ കൽപ്പന
അറിഞ്ഞ ദേവന്മാർ സമാധാന ചിത്തരായി മടങ്ങിപ്പോയി. പിന്നീട് വസുദേവൻ ദേവകീദേവിയെ വിവാഹം ചെയ്തു. ചൈതന്യം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവദ്വചസ്സുകൾ കേട്ട് ദേവന്മാരെല്ലാം സംതൃപ്തരും ശാന്തചിത്തരുമായി മടങ്ങിപ്പോയി. അങ്ങയുടെ സാന്നിധ്യം മൂലം പരിശുദ്ധമാക്കപ്പെട്ട ആ മധുരാ നഗരത്തിലെ ശൂരപുത്രനായിട്ടുള്ള വസുദേവൻ ധന്യയും സാധ്യയുമായ ദേവകിയെ പരിണയിച്ചു. കംസൻ അശരീരി വാക്യം കേട്ട് സഹോദരിയെ കൊല്ലാൻ പുറപ്പെടുകയാണ്. വിവാഹാനന്തരം പത്നിയോടുകൂടി സ്വഗൃഹത്തിലേക്ക് തിരിച്ച ആ വസുദേവൻ്റെ രഥം നടത്തിയത് അത്യധികം ആദരവോടു കൂടിയിട്ടുള്ള കംസൻ തന്നെയായിരുന്നു. വഴിക്ക് വെച്ച് ഒരു അശരീരി ഉണ്ടായി. ഹേ ദുഷ്ട, നീ സാരഥ്യം വഹിക്കുന്ന രഥത്തിൽ ആസനസ്ഥയായിരിക്കുന്ന ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ സംഹരിക്കും. ഈ അശരീരി കേട്ടപ്പോൾ ഭയചകിതനായി കംസൻ അരികിലായിരിക്കുന്ന ആ തന്വിയെ നിഗ്രഹിക്കാൻ വാളെടുത്തു. ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് കൊല്ലാൻ ഒരുങ്ങുകയാണ് പിന്നീട് കംസൻ ചെയ്യുന്നത്. തങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും സമർപ്പിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയാലും കംസൻ വധ ഉദ്യമത്തിൽ നിന്ന് തൽക്കാലം വിട്ടുനിന്നു. കരാറ് പ്രകാരം ആദ്യത്തെ പുത്രനെ സമർപ്പിച്ചു. സ്നേഹം നിമിത്തം കൊല്ലാതെ വിട്ടു. തലമുടിക്ക് പിടിച്ച് നിഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ദുഷ്ടബുദ്ധിയായ കംസൻ വസുദേവൻ്റെ സാന്ത്വന വചസ്സുകൾ കേട്ടിട്ടും ശാന്തനായില്ല. ദേവകി പ്രസവിക്കുന്ന എല്ലാ പുത്രന്മാരെയും സമർപ്പിക്കാം എന്ന വസുദേവൻ്റെ ശപഥം കേട്ട് അവൻ സംതൃപ്തനായി. എങ്കിലും അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനെ സ്നേഹം മൂലം അവൻ നിഗ്രഹിക്കാതിരുന്നത് ദുഷ്ടന്മാരിലും ചിലപ്പോൾ കാരുണ്യമുണ്ടാകാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. നാരദൻ്റെ ഏഷണി നിമിത്തം കംസൻ യാദവന്മാരെ ഓടിക്കുകയും ദേവകി സുതന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഭഗവാന്റെ തന്നെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. അങ്ങയുടെ തന്നെ രഹസ്യ പ്രേരണ മൂലമാണല്ലോ നാരദമുനി കംസനോട് ഇപ്രകാരം പറഞ്ഞത്. നിങ്ങൾ അസുരന്മാരും യാദവന്മാർ ദേവാംശഭൂതരുമാണെന്നറിയില്ലേ? മായാവിയും ദേവശുഭകാംക്ഷിയുമായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന മൂലം നിന്നെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് യാദവകുലത്തിൽ ജനിക്കുന്നത്. ഇത് കേട്ട് പരിഭ്രാന്തനായി കംസൻ. യാദവന്മാർക്ക് സ്ഥാനഭ്രംശം വരുത്തുകയും ദേവകീ നന്ദനന്മാരെ എല്ലാം വധിക്കുകയും ചെയ്തു. ഭഗവാന്റെ യോഗമായാദേവി ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ രോഹിണിയിൽ സംക്രമിപ്പിക്കുകയാണല്ലോ ചെയ്തത്. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങയുടെ മായാപ്രയോഗം നിമിത്തം ആ 7ാമത്തെ ഗർഭമായി തീർന്ന ആദിശേഷൻ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് സച്ചിദാനന്ദമൂർത്തിയായ അങ്ങ് ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ചു. ഭക്തജന അനുഗ്രഹാർത്ഥം അങ്ങനെ ചെയ്ത കൃഷ്ണൻ എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി മുക്തിപ്രദായകമായ പരമഭക്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കുകയാണ്. ഈ വാക്കുകൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.